അപ്പൊ ഹലോ മക്കളെ, മമ്മി ഇന്ന് വന്നിരിക്കുന്നത് എല്ലാ ദിവസവും കട്ടൻ ചായ എന്തെങ്കിലും കടിയൊക്കെയാണ്. ഇന്ന് ഇപ്പൊ അമ്മുവിന്റെ ആഗ്രഹം പറയുന്നത് മിക്സർ ഉണ്ടാക്കണം എന്നാ. എനിക്ക് അതിനോട് യോജിപ്പല്ല. ഉണ്ടാക്കാൻ മിക്സർ അങ്ങനെ ഉണ്ടാക്കാൻ എനിക്കറിയാം. അപ്പൊ അമ്മ പറഞ്ഞു, മമ്മി നിക്ക്, ഞാനൊക്കെ റെഡിയാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് ആള് വലിച്ചുകൊണ്ടെന്ന് നിർത്തിയൊക്കെയാണ്. അപ്പൊ ഇന്ന് നമ്മുടെ മിക്സറാണ് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഇപ്പൊ പല്ല് കമ്പിട്ടാണ് കുറെ നാളെ കഴിച്ചിട്ട്. അപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച തന്നെ ഓയിൽ കടയിൽ നിന്ന് ഒരു പാക്കറ്റ് എരിവുള്ള മിക്സർ, അത് നമ്മള് കാണുന്ന പോലെ അല്ല, ഈ നൂല് കുറവാ, നൂല് പോലെ കിടക്കുന്നത് കുറവായിട്ട് മണിയും കപ്പലണ്ടിയും ഇഷ്ടം പോലെ ആയിട്ട് നല്ല ടേസ്റ്റും ഉണ്ടായി. അപ്പൊ അത് ആള് തിന്ന് നോക്കുമ്പോ ഓയില് നോക്കി ഞങ്ങൾ എല്ലാവരും ഒരു പാത്രത്തിലെടുത്ത്, പക്ഷെ കവറിൽ ഉണ്ടായത് അമ്മു തിന്ന്. അപ്പൊ അയ്യോ, എല്ലാവർക്കും വേണോ? അപ്പൊ ആളുടെ വിചാരം നാളെ കിട്ടുമ്പോ ആക്കിന്നായിരുന്നു എന്റെ കയ്യിൽ നിന്നല്ലേ. പക്ഷെ മിച്ചർ ആൾക്ക് ഭയങ്കര. അപ്പൊ ഇന്നൊന്ന് പറഞ്ഞു, മമ്മി വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ട് വേറെ പണികളൊന്നുമില്ല, കറികളൊക്കെ നമുക്ക് പരിപ്പും തക്കാളിയും കറി വെച്ച്, ചിക്കൻ വറക്കാൻ വേണ്ടി എടുത്ത് വെച്ച്, അപ്പൊ അതൊക്കെ കറികളുടെ പണികൾ കഴിഞ്ഞ്. അപ്പൊ നോക്കിയപ്പോ മമ്മി നമുക്ക് ഇത് ഉണ്ടാക്കാം മമ്മി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു. ഇനിയിപ്പോ നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെ വേണ്ടേന്ന് മമ്മിയോട് എടുത്ത് വെച്ചിട്ടുണ്ട്. മമ്മിയല്ല, അമ്മൂനാണ് ഇത് അറിയാം. അപ്പൊ അമ്മു എല്ലാരും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ദേ ഓയില് തുടങ്ങി കാണിക്കാം. ഓയില് ഇതൊരു സേവനാഴി, വെള്ളം, ഉപ്പ്, കാശ്മീരി പൗഡർ, മഞ്ഞൾപ്പൊടി, കപ്പലണ്ടി, പൊട്ടുകടല, കടലമാവ്, വേപ്പല, വെളുത്തുള്ളി ചതച്ചത്, വറ്റൽമുളക്, ഇതേ ഈ കപ്പിൽ 1 കപ്പ് അരിപ്പൊടി. പിന്നെ ഒരാളവിടെ ഉണ്ടായിരുന്നു, കായം പൊടി. കായം, അത് മമ്മി കണ്ടില്ല. കായം പൊടി, അതന്നെ കായം പൊടി, അതും കൂടി ഇട്ട് റെഡിയാക്കി. ഇനി റെഡിയാക്കിട്ട് കാണിച്ചാൽ മോനുണ്ടാക്കിക്കോ, മമ്മി പിടിക്കാം. അപ്പൊ മമ്മീനെ കാണാ? മമ്മീനെ എങ്ങനെ കാണാ? മമ്മീനെ കാണണ്ട, അമ്മൂനെ കണ്ടാ മതി. ഉണ്ടാക്കുമ്പോ ഉണ്ടാക്കുന്ന ആളല്ലേ കാണണ്ട, എന്റെ അല്ലല്ലോ. അപ്പൊ മക്കളെ, ഇനി ഉണ്ടാക്കുമ്പോ റോളക്സ് തക്കു എന്തേ തക്കു പോയി. തക്കുവിന്റെ കളികളും റോളക്സിന്റെ കളികളൊക്കെ കാണിക്കാൻ കാര്യമായ പ്രശ്നമുണ്ട്. രാവിലെ മുതൽ തല്ലുപിടുത്ത ഇപ്പോഴും തക്കു ഇവിടെ ഉണ്ടെങ്കി വരും. തക്കുവാ ഓടിവാ, വീഡിയോയിൽ ഉൾപ്പെടുത്തട്ടെ തക്കൂന. ഓടിവാ. കാണാനില്ല. ഇല്ല, ഉണ്ടെങ്കി വന്നാനെ, ഓടി കതിച്ച് വന്നാനെ. അവിടെ അപ്പന്റെ മോന്റെ സ്നേഹം, അപ്പന്റെ മോന്റെയും സ്നേഹ. ഇത് റസ്ക് കൊടുക്കല്, റസ്ക് അവന് വീക്ക്നെസ്. അത് ഡാഡി കൊടുത്താലേ കഴിക്കുള്ളൂ. അത് രാവിലെ കട്ടൻ ചായ തിളപ്പിക്കുമ്പോ 4:30 എനിക്ക് കട്ടൻ ചായയും റസ്ക് കൊടുത്തോണ്ട് പോകും. അപ്പൊ ഇവൻ പുറകെ പോയി ഇപ്പൊ ഒരു കഷ്ണം നോക്കി ഒരു കഷ്ണം റസ്ക് ഇട്ട് കൊടുക്കും. ഇപ്പൊ റസ്ക് കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് അന്തരാരി. അപ്പൊ ഒരു കഷ്ണം ഇട്ട് കൊടുത്ത് അത് തിന്ന് അടുത്ത കഷ്ണം എടുത്ത് കാണിക്കണേ. അപ്പൊ ഇങ്ങനെ ഊന്നി നിക്കണ, ചാടി മേടിക്കും. ഇത്തിരി ഡിമാൻഡ് ഒക്കെ ഉണ്ട്. എന്നെ പുന്നാരിപ്പിച്ച് ഒക്കെ ഇതാക്കിയാ ഞാൻ വേണം കണ്ട ഇത്ര 1000 രൂപ കടിച്ച് പിടിച്ച് നിർത്തി മേടിച്ചു. തിന്നോടാ, തിന്നോ? തിന്നാനൊക്കെ അറിയാം, വായൊക്കെ വർക്കിംഗ് ആണ്. ഇതൊക്കെ തിന്നും. ബാക്കി ചോറും ബാക്കി സാധനങ്ങളൊക്കെയാണ് എന്തുട്ട് കടിയാ. എപ്പോഴും കാണാൻ പറ്റാത്ത ദൃശ്യമാണ്. അതാണ് ഞങ്ങൾ കാണിക്കുന്നത്, സ്വയമായിട്ട് തിന്നത്. അപ്പൊ മക്കളെ, എല്ലാം കൂട്ടി കുഴച്ച് റെഡി ആക്കണ നേരത്ത് മമ്മി കാണിച്ചു തരാം. ഓക്കെ. ഹലോ, എന്തായി? കൊറേ നേരമായില്ല കാണാണ്ടായിട്ട്. മാവൊക്കെ സെറ്റാക്കി വെച്ചേക്കാണ്. എന്നിട്ടെന്ന് വെച്ചാൽ കടലമാവ്, അരിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, കായം, അതൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കി, ഇങ്ങനെ അധികം വെള്ളമില്ലാത്തൊരു മിക്സ് ആക്കി അതിന്ന് ആ മാവ് തന്നെ കുറച്ച് ലൂസാക്കി നമുക്ക് ബൂണ്ടി ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബൂണ്ടി. അപ്പൊ നമുക്കിനി ബൂണ്ടി ഉണ്ടാക്കാം. ആദ്യമായിട്ട് നമുക്ക് വറുത്ത് ഇതുകളൊക്കെ മാറ്റി വെക്കാം. ആദ്യം തീ കുറച്ചിട്ടോ. വെളുത്തുള്ളി ഇടാം ആദ്യം, ആ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിട്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. ദൈവം ഇതെങ്ങനെ കോരി എടുക്കും വെളുത്തുള്ളി? അത് മറ്റേ ഇതിലിട്ടാ മതി, അറിഞ്ഞില്ലേ മോളെ? മറ്റേ ഇടുക്ക്, അല്ലെങ്കിൽ കരിയും. ആണോ? നോടിടണോ? മറ്റേ സാധനത്തിലിട്ട് താത്തി പിടിച്ചാൽ മതി അറിഞ്ഞു അമ്മ ഒന്ന് അങ്ങനെ ചെയ്തതാണല്ലോ. അപ്പൊ വെളുത്തുള്ളി ഇട്ട് കോരി മക്കളെ. ഇനി വേപ്പിലിടാം. ഉരുക്കോട്ടെ.
കളറ് പോകണ്ട. അപ്പൊ വേപ്പിലയും കോരി ഇനി നമുക്ക് വറ്റൽ മുളക് ഇടാം. ഇടട്ടെ? കടുക് എടുക്കുമ്പോൾ അത് വേണ്ടി വരും. പിന്നെ പറയുമ്പോ പൊട്ടുകടല ഇതുമ്പോ മുട്ടിക്കഴിഞ്ഞതാവും. നിക്ക് വിട് വിട് വിട്. പൊട്ടുകടലയും നമുക്ക് വറുത്തെടുക്കാം. എന്നിട്ട് അതുകൊണ്ട് കോരി എടുക്കേണ്ടി വരും. അപ്പൊ പൊട്ടുകടലയും നമ്മിട്ടു. ആ മിച്ചർ ഉണ്ടാക്കണം. അരിക്ക് കട്ടൻ ചായക്ക് തിന്നാൻ മിച്ചർ. എണ്ണയിൽ പിന്നെ പച്ചവെള്ളത്തിൽ ഇതൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുമല്ലേ? ഓയ എന്തൊന്നും മിണ്ടാണ്ടിക്കണേ ആയിട്ടില്ല. ഒന്നും കൂടി ഇതെന്താ പത വരണമോ? അതിനകത്ത് വെള്ളം എന്താ ഉണ്ടാവണം പാത്രത്തില്. വെള്ളം ഉണ്ടായാലല്ല പത വരാ. ഇതിനകത്ത് എണ്ണയിൽ മിക്സിങ് വരുമ്പോഴാണ് പത വരാ. മിക്സറല്ല, മിക്സിങ്. കൊരട്ടമോ? തീ കൂടും. അപ്പൊ കടലപ്പരിപ്പ് നമുക്ക്, കടലപ്പരിപ്പല്ല പൊട്ടുകടല എല്ലാം ഒരുമിച്ച്. അങ്ങനെ നീ പറയില്ലേ ഞങ്ങളാ? ഇനി കപ്പലണ്ടി. കപ്പലണ്ടി നിലക്കടല. ഞങ്ങൾ കപ്പലണ്ടി എന്ന് പറയാ, ചിലര് ഇതിന് നിലക്കടല. നിലക്കടല അതായത് താഴത്ത് വള്ളിച്ചെടി ആയിട്ട് ഉണ്ടാവുന്നതായിരുന്നു. അരി പരിപ്പും തക്കാളിയും കറി വെച്ച് തീർക്കാൻ വേണ്ടി ചോറില്ല. കണ്ടോട്ടെ നിങ്ങളാ. വെഡിങ് ആനിവേഴ്സറിയുടെ സമയത്ത് മാത്രമേ ആയിരുന്നു കണ്ടോളൂ. പൊട്ടോ ഇങ്ങനെ പൊട്ടോമോ? അങ്ങനെ ചെറിയ ശബ്ദമൊക്കെ ഉണ്ടാവും. അതിങ്ങനെ പച്ച സാധനമല്ലേ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഇതെങ്ങനെ വെന്തൂന്ന് അറിയാം? ഒന്നുകൂടി ഒന്നാവട്ടെ. അവനടുത്ത് നോക്കിയറോയില്ലേ? ഞാൻ ഇട്ട് തരില്ല, നീ എൻ്റെ കൈ തട്ടിപ്പിടിക്കണ എന്തിനാ? അതിനോ തന്നെ മമ്മി നേരത്തെ അവനടുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇല്ല, കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പൊ നമുക്ക് കടല കോരിടാം. അതെ, മിക്സർ നമ്മൾ ഉണ്ടാക്കണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും മഴയൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും ഇത് ഇന്ന് ഉച്ചക്കൊന്നും വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല വെയിലായിരുന്നു. തൊഹറാനായിരുന്നു. മിക്സിങ് ആയിക്കോട്ടെ. ഇനി രണ്ടെണ്ണം കൂടി ബൂണ്ടി ഉണ്ടാക്കാം. അതിന് ആ കുഞ്ഞിക്കൈ പിടിക്കാം. മീ തീ കുറച്ചിട്ടാണ് കുറച്ചാണ് ഒഴിച്ചിട്ട് നമുക്ക് ബൂന്തി എന്നിട്ടാമോ? ബൂന്തി. അയ്യോ ചൂട്. കൈമേലാകെ അടിച്ചു. കൈമേലാകെ അടിച്ചല്ലേ? ഏയ് അതാ നല്ല തിളച്ചെടുക്കല്ലേ. ഫ്രം യൂട്യൂബ്. കണ്ട കണ്ട. ഇനി ബൂന്തിയല്ല ബൂണ്ടി മൊരിയണം. മൊരിഞ്ഞിട്ടില്ല. കൈ ആവി അടിച്ച്. പൈപ്പ് തുറന്നിട്. തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ എടുത്ത് കഴുകാമോ? അത് ഞങ്ങളുടെ ബൂണ്ടി. അപ്പൊ ധൈര്യമായിട്ട് പൊരിക്കുമെന്ന് പറഞ്ഞ് റോയല് ധൈര്യമായിട്ട് മമ്മി കോരണം. അതെ, ബൂണ്ടിയും കോരി എടുക്കുക. അത് ഇത്തിരി ലൂസായി പോയി. അപ്പൊ നമ്മള് ചെറുതായി പോയി. പക്ഷെ അത് ഇച്ചിരി കൂടി ഉഷാറായിട്ട് കലക്കി വേറെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇടാം. ഇതെന്താവുന്നാവും? അപ്പൊ മുട്ടി അമ്മ കൈയിട്ടാ. കൈ ഇച്ചിരി നോക്കി വെക്ക്.
അതിതാണ് കട്ട. ഇതാണ് കറക്റ്റ് ബോണ്ടി. ബോണ്ടി അതല്ലാനും ഇട്ടോ അമ്മ. ബാക്കിയുള്ളത് പിടിച്ചോട്ടെ. മമ്മി പിടിക്കുന്നുണ്ട്. നോക്കട കൈ പോകേണ്ടത് മതി. അതുകൊണ്ട് കൈ ഒന്നും ഒരു ഇത്തിരി വെള്ളം തുറന്നിട്ടേ പൈപ്പിൽ കൈ പൊള്ളിച്ച്. അതല്ലല്ല, അത് മേടിക്കുന്നത് വേറെ. അത് നമ്മൾ സ്നേഹത്തോടെ ഉണ്ടാക്കി തന്ന് കൊടുക്കണതും അത് മറ്റുള്ളവരിങ്ങനെ ആസ്വദിച്ചിട്ട്. അറിയില്ല, നമ്മ ഉണ്ടാക്കി നോക്കട്ടെ. ഈ ബൂണ്ടി സൂപ്പറായി. കോണ്ടാക്ട് ചെയ്യാം. എന്നാ ഇതും കൂടി വെച്ചേക്കാമോ? മാജിക് മസാല. ഈ ബൂണ്ടി ശരിയായി. കട്ട കണ്ടടാ എന്റെ റോയ. ബോണ്ടിയല്ല, ബോണ്ടല്ല. ഈ മിക്സറും ഇത് ഈ സൈസാണ്. ഇത് രണ്ടും തിന്നുമ്പോ മിക്സറിന്റെ ടേസ്റ്റ് ആയി തുടങ്ങി. തീ കൂട്ടിട്ടാ ഒരു മിനിറ്റ്. ഇതുവരെ എല്ലാം ഓക്കെയാണ്. പക്ഷെ മറ്റേത് കരിയില്ല. എന്തോ ബോധം കെട്ടി കിടക്ക ഒരാള്. മിക്സർ അയ്യോ, അത് വീഴോന്നാണ് ഇപ്പൊ എന്റെ സംശയം. അപ്പൊ നമ്മുടെ ബൂണ്ടിയും എടുത്ത് കഴിഞ്ഞ് ലാസ്റ്റ് സംഭവം മെയിൻ മറ്റിങ്ങനെ കമ്പ് പോലത്തെ കമ്പ് പോലത്തെ സാധനം. അന്നത് ഇട്ടാലാ ന്യൂഡിൽസ് പോലത്തെ സാധനം. ഇല്ല, അത് ഒരുമിച്ച് ഇട്ടിട്ട് നമുക്ക് അവസാനൊക്കെ കൂടി മിക്സ് ആക്കാം. ദൈവമേ കാക്കുന്നേ, എന്താണിത്? സംഭവം വരുന്നുണ്ട്. നൂലപ്പം പോലെ ഇത് മുഴുവൻ ഇടാൻ പറ്റും. വെന്തില്ലെങ്കിലാ? വേഗം വെന്തില്ലെങ്കിലാ? അതല്ല, എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ കമ്മന്റൊക്കെ ചിന്തിച്ചില്ലേ മമ്മി? അതേ സമയം അവിടെ ചിക്കൻ വറക്കണ്ടാ. ചോറിലെ ചക്കന്മാര് ഉച്ചക്ക് തിന്നാണ്ട് വന്നതാണ്. നമ്മ മിക്സർ കഥയും പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് ഇത്തിരി വലിയ ഉണ്ട് കേട്ടോ. ഉണ്ടല്ല, ആ മറ്റേ സാധനം കേട്ടോ. ഭംഗിയുണ്ടാവും. കോരി കാണിച്ചിട്ട് കാണിച്ചു. അപ്പൊ ഗൈസ് ദേ നമ്മുടെ മിക്സറിന്റെ മറ്റേ നീട്ടുള്ള സാധനം കൂടെ ആയിട്ടുണ്ട് കേട്ടോ. കോലി മിക്സറിന്റെ മെയിൻ സാധനം. മിക്സറിന്റെ മെയിൻ ഘടകം അല്ലേ മീ? മമ്മിക്ക് എന്താണ് ഈ മുഹൂർത്ത നിമിഷത്തിൽ പറയാനുള്ളത്? മനസ്സ് മമ്മി അതേ സമയം അവിടെ ചിക്കനെ മറച്ചും തിരിച്ചിട്ട് വറുത്തോണ്ടിരിക്കാണ്. ഒരു ട്രിപ്പോണി ഉണ്ടല്ലേ? അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ മിക്സറിന്റെ ഒരു 90% റെഡി. ജസ്റ്റ് മിക്സിങ് മാത്രമേ വെച്ചിട്ട് അടുത്ത് ഇട്ടോണ്ടിരിക്കണേ. അപ്പൊ ഇതായി മിക്സ് ചെയ്യുന്ന സമയത്താണ് അല്ലേ മീ? അതെ. അപ്പൊ നമ്മളിതേ മിക്സറിന്റെ ഫൈനൽ ലുക്കോടെ എത്തണെല്ലാം വറുത്തെടുത്ത് അതെ നമ്മളൊന്ന് സ്പൂൺ വെച്ച് ഉടച്ചു കൊടുക്കണം. നല്ല ചൂടുണ്ട്, കൈ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്കിനി ഇത്തിരി കാശ്മീരി മുളക് പൊടിയും ഉപ്പും കൂടി. ഉപ്പ് കുറച്ച് മതി. അപ്പൊ അതെ മുളക് പൊടി നോക്കിയമ്മേ, ഇത്ര മതിയോ? മതി മോനെ, അത് വേണ്ട. ഇത്തിരി ഉപ്പുണ്ട് എന്നാലും അതെ ഒരു ഇതിന് കിട്ടാൻ. ഇനി നമുക്ക് മിക്സ് ആക്കി നോക്കാം. എന്റെ ചിക്കൻ ബിരിയാണിയിലല്ലോ ചിക്കൻ ലോ ഫ്ലെയിമിൽ ഇട്ടാലാണ് അത് വേഗമുള്ള ഉള്ളൊക്കെ. മുളക് പൊടി കുറഞ്ഞു പോയോ? വേണോ ഇനി ഇത്തിരി കൂടി ഇട്ടെ? ഇട്ടോ. ആ ഒരു ഗുമ്പ് വന്നില്ല. ഇത്തിരി കൂടി ഇടും. മറ്റേത് വെള്ളച്ചിരിക്കണല്ലേ പൊട്ടുകടലേക്ക. മതിന്ന് വിചാരിക്കുന്നു കേട്ടോ. അല്ല മതിന്ന് വിചാരിക്കണം. ബോ വരുമ്പോ നമുക്ക് ഞെട്ടിക്ക. ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഈ സംഭവം. വീഡിയോ കാണിച്ച് സാരില്ല. നോക്കിയമ്മേ കൊറേ കപ്പലണ്ടി കൊറേ പൊട്ടുകടല ആവശ്യത്തിന് വാരി കോരിട്ടുണ്ടല്ലേ മമ്മി? തിന്നോക്കിയ ചൂടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. മമ്മി ചൂടി തീ കൊടുത്തത് അവയിലേക്ക് പാടില്ല.
എല്ലാരും കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? സ്മെല്ല് സൂപ്പർ. ഇതുപോലെ ചൂടോടെ മിക്സാകുന്നുണ്ടാവില്ല. ശരിയാ, ചൂടോടെ കയറി മിക്സർ എങ്ങനെയുണ്ട്? കൊള്ളാം. സൂപ്പറാണ്. അപ്പൊ ടെക്നിക്സിന് മിക്സർ റെഡി. നോക്കണേട്ടാ. ഇതില് എനിക്കല്ല പങ്ക്. മിക്സർ ഉണ്ടാക്കണ ഇതിൽ എനിക്കല്ല പങ്ക്, അമ്മൂനാണ്. താങ്ക് യു. അടിപൊളി മിക്സർ. പൂ വരുമ്പോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതാണ് അമ്മു വൈകുന്നേരത്തേക്ക് ചായക്ക് ഉണ്ടാക്കിയ മിക്സർ. ഒന്ന് എടുത്ത് കഴിച്ചു നോക്കിയേ എങ്ങനെയുണ്ട് ടേസ്റ്റ്. തലാട്ടണ കടയിൽ കിട്ടുന്ന പോലെ ഉണ്ടാ? കടയിൽ കിട്ടണേലും നല്ല സൂപ്പർ പോലെ എനിക്ക് തോന്നണം. കടയിലൊന്നും ഇച്ചിരി മുളക് പൊടി കൂടെ അങ്ങനെയൊക്കെ ആയിരിക്കും. ഇതെല്ലാം പാകം, നല്ല രസം. മമ്മി നെയ്ലാർത്ത് കാണിച്ചാ മുത് ഇത് കാണിച്ചിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. ഇത് ഇന്നലെ ഇട്ടതല്ലേ? ഇന്നലെ മിനിയാന്ന് വേറെ നമ്മൾ എടുത്തില്ലല്ലോ. നെയ്ലാർട്ട് ഈ ആഴ്ച നെയ്ലാർട്ട് കണ്ട. മിക്സർ അതന്നെ, മിക്സർ ഉണ്ടാക്കി ഒഴിക്കുള്ളൂ. സിമ്പിളാണ്. നമ്മൾ വിചാരിക്കും വലിയ പണിയാണെന്നൊക്കെ. ഞാൻ കാരണം മടിഞ്ഞിരുന്നേ. ഞാനത് കാരണം ഭയങ്കര പണിയാണ് ചെയ്തിട്ടാണ് മടിഞ്ഞിരുന്നേ. അപ്പൊ നോക്കുമ്പോ അമ്മു ഇന്ന് വൈകുന്നേരം വന്നുകൊണ്ട് അമ്മ പറഞ്ഞു നമുക്ക് മിക്സർ ഉണ്ടാക്കാം മമ്മി. നമ്മൾ എന്റെ മോളെ തക്കുന് കാണിച്ചു കൊടുക്കാം. ആളവിടെ ഇരുന്നാലും കണ്ണിനകത്താണ് ശോഭിച്ചിരിക്കണേ. തക്കുന് അങ്ങനെ കിട്ടാറില്ല. തക്ക് പോയേക്ക് നീ ഇത്തിരി നേരം കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് കൂടണയ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും പരിസരത്ത്, പക്ഷെ നമ്മുടെ വീഡിയോ എടുക്കുമ്പോ ആ സ്ഥലത്ത് ഉണ്ടാവൂല. ആൾക്ക് നൈറ്റ് ഡ്യൂട്ടി. പകലൊക്കെ ഇവിടെ പോത്തുപോലെ കിടന്നുറങ്ങും. അത് തന്നെ, പകല് മമ്മിയുടെ കട്ടൽമേൽ കിടന്ന് അവിടെ കിടന്നുറങ്ങും. 4, 4:30, 5 മണി വരെ കിടന്നുറങ്ങും. പക്ഷെ പ്രോഡക്ട്സ് തിന്നൊക്കെ നമ്മുടെ മിക്സർ തിന്നുണ്ട്. നല്ല കരുകരുന്നായി, നല്ല ടേസ്റ്റ് ആയി. ഇവിടെ തന്നെ എനിക്ക് നല്ല മണമനുണ്ട്. മുളകും വേപ്പിലയും എന്നിട്ടാണ് വെളുത്തുള്ളിയും ഒക്കെ ചതച്ചിട്ട് കഴിഞ്ഞപ്പോ വറുത്ത് കഴിഞ്ഞപ്പോ അതിനൊരു പ്രത്യേക ടേസ്റ്റ്. പിന്നെ കായപ്പൊടി ഇടുമ്പോ വേറൊരു ടേസ്റ്റ്. തക്കു മണം കേട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടാ. എല്ലാം കൂടി സൂപ്പറായി. എത്തിപ്പോയി. അവന്റെ ഫുഡ് എന്താ ആടെ മുത്തിനെ കാണിച്ചാൻ. തക്കുന്റെ അത് വേറൊരാൾ കടിച്ചോണ്ട് പൂവാണ്. റോള് തിന്നണ സൗണ്ട് എപ്പിച്ചോളൂ. റോള് കരുവരും. എടാ ചവക്കട മോനെ. അത് കൊണ്ടുപോയി ഇത്തിരി വെയിപ്പായത് കാരണം അങ്ങനെ. അപ്പൊ മമ്മി മൈൻഡിപ്പ് ചെയ്താലോ നമുക്ക്? ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും പെട്ടുണ്ട്. ഡാഡി ഉണ്ട്, തക്കുണ്ട്, റോളക്സ് ഉണ്ട്, ബൂവയുണ്ട്, റോയൽ ഉണ്ട്, ഞാനുണ്ട്, മമ്മി ഉണ്ട്. എല്ലാവരും നമ്മുടെ വീട്ടിലത്തെ എല്ലാവരും. പിന്നെ സാരിയും ബ്ലാക്കും പിന്നെ അവരെ കാണാൻ പറ്റിയില്ല. അപ്പൊ എല്ലാവരും ഇന്നത്തെ വീഡിയോയിൽ പെട്ടിട്ടുണ്ട്. അപ്പൊ മക്കളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താം. ഓക്കേ.